തിരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളും ചൂടും അവസാനിച്ചിരിക്കുന്നു. ജനം വിധി എഴുതിയിരിക്കുന്നു. കേരളം ഇനി ആർക്കൊപ്പമെന്നറിയാൻ വളരെ കുറഞ്ഞ ദിവസങ്ങൾ മാത്രമാണ് ബാക്കി. നമ്മുടെ കൂടെ ഷൊർണൂർ LDF സ്ഥാനാർത്ഥി പി മമ്മിക്കുട്ടി നമുക്കൊപ്പം ചേരുകയാണ്. അങ്ങനെ ജനം അങ്ങനെ വിധി എഴുതി കഴിഞ്ഞിരിക്കുന്നു. എന്ത് തോന്നുന്നു നിമിഷം? അതെ, 6 മണിയോട് കൂടിയിട്ട് ജനത്തിന്റെ വിധിയെഴുത്ത് കഴിഞ്ഞു. ഇനിയിപ്പോൾ സാങ്കേതികമായൊരു നടപടി മാത്രമല്ല വോട്ട് എണ്ണുക എന്നുള്ളത്. വോട്ടെണ്ണീറ്റ് ആധികാരികമായി ജയിച്ചു എന്നുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രഖ്യാപിക്കണല്ലോ. എന്നാലും കേരളത്തിലെ ജനങ്ങൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഇടതുപക്ഷ മുന്നണിയുടെ ഒരു തുടർ ഭരണം കൂടി കേരളത്തിൽ ഈ തെരഞ്ഞെടുപ്പോട് കൂടി വരാൻ വേണ്ടി പോണു എന്നാണ് ജനങ്ങൾ വിധി എഴുതിയിട്ടുള്ളതെന്നാണ്. അതിൻ്റെ ഭാഗമായിട്ട് ഷൊർണൂരിൻ്റെ കാര്യം പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ. ഷൊർണൂർ എന്ന് പറഞ്ഞാൽ ഇടതുപക്ഷത്തിൻ്റെ കൂടെ എല്ലാ കാലത്തും സഞ്ചരിച്ച മണ്ഡലമാണ്. ഓരോ തെരഞ്ഞെടുപ്പിലും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനേക്കാൾ കൂടുതൽ വോട്ട് നേടിക്കൊണ്ടാണ് ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥികൾ വിജയിച്ചിട്ടുള്ളത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും അങ്ങനെ തന്നെയാണ്. വലിയ റിസൾട്ടാണല്ലോ ഷൊർണൂർ ഉണ്ടാക്കിയത്. ഷൊർണൂരിൻ്റെ ഒരു ചരിത്രം എന്ന് പറയുന്നത് എപ്പോഴും ഇടതാണ്. ഷൊർണൂരിൻ്റെ ഒരു നിറം എന്ന് പറയുന്നത് എപ്പോഴും ചുവപ്പാണ്. ആളുകൾക്കുള്ളൊരു സംശയം, ഇത്തവണ എത്ര ഭൂരിപക്ഷം എന്നാണ്, എന്താണ് പ്രതീക്ഷിക്കുന്നത്? അല്ല, ഭൂരിപക്ഷം ഇപ്പോൾ എത്ര ഉണ്ട് എന്നുള്ളത് ഇപ്പോൾ നമുക്ക് പ്രവചിക്കാൻ വേണ്ടി കഴിയില്ല. എന്നിരുന്നാലും 2021 ലഭിച്ചതിനേക്കാൾ ഭൂരിപക്ഷത്തിൻ്റെ എണ്ണം വർദ്ധിക്കും. അന്ന് 37,000 വോട്ട് ലഭിച്ചിട്ടുണ്ടോ, അതിനേക്കാൾ കൂടുതൽ വോട്ടാണ് പ്രാവശ്യം ലഭിക്കാൻ വേണ്ടി പോകുന്നത്. ആളുകൾ പറയുന്നത് 1,00,000-ലേറെ എന്നാണ്. അതല്ല, ആളുകൾ പറയുന്നതിനെ സംബന്ധിച്ചിപ്പോൾ ഓരോരുത്തർക്കും ഓരോരുത്തർ അഭിപ്രായങ്ങൾ ഉണ്ടാവുമല്ലോ. നമ്മൾക്ക് എന്താ പറഞ്ഞാൽ, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഞാൻ പൊതുപ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തകൻ എന്ന നിലക്കും നേരത്തെ സഹകരണ രംഗത്തൊക്കെ പ്രവർത്തിച്ച അനുഭവം അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണല്ലോ എന്നെ അവിടെ സ്ഥാനാർത്ഥിയെ അവതരിപ്പിച്ചത്. ജില്ലാ പഞ്ചായത്തിലെ വൈസ് പ്രസിഡൻ്റൊക്കെ ആയിരുന്നു. അന്ന് ഞാൻ ഈ ഇവിടുത്തെ മണ്ഡലത്തിലെ ജനങ്ങളെ അഭിമുഖീകരിച്ചപ്പോൾ അവർ 2 കൈയും നീട്ടി സ്വീകരിച്ചിട്ടാണല്ലോ എന്നെ MLA ആക്കിയത്. അപ്പോൾ 5 കൊല്ലത്തെ MLA എന്ന നിലക്കുള്ള എൻ്റെ പ്രവർത്തനത്തെ കൂടി ഈ തെരഞ്ഞെടുപ്പിൻ്റെ വിധിയെ സ്വാധീനിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. മനസ്സിലായി. രാഷ്ട്രീയമായ കടുത്ത ചില വിമർശകർ വിമർശിക്കുക എന്നത് ഉപരി ഞാൻ തിരഞ്ഞെടുക്കപ്പെട്ട MLA എന്ന നിലക്ക് എല്ലാവരുടെയും MLA ആയിട്ട് തന്നെയാണ് ഞാൻ പെരുമാറിയിട്ടുള്ളത്. തെരഞ്ഞെടുപ്പിൽ കക്ഷി രാഷ്ട്രീയ മത്സരമൊക്കെ വരും, പക്ഷേ ജയിച്ചു കഴിഞ്ഞാൽ അതൊരു ജനാധിപത്യം. അതിപ്പോൾ MLA മാത്രമല്ല, പഞ്ചായത്ത് മെമ്പറാണെങ്കിലും അങ്ങനെ തന്നെയല്ലേ, എല്ലാവരുടെയും മെമ്പറാണ്. മെമ്പറാണ്, ഞങ്ങളുടെ മെമ്പർ വേറെ എന്ന് പറയാൻ പറ്റില്ലല്ലോ. അതുപോലെ തന്നെ അങ്ങനെ ഒരു നിലപാടും സമീപനം തന്നെയാണ് ഈ 5 കൊല്ലക്കാലമായിട്ട് എൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ കൂടുതൽ ആത്മവിശ്വാസം കൂടാൻ കാരണം എന്നാണ്. കുറച്ച് മുന്നേ ഞാൻ ഒറ്റപ്പാലം LDF സ്ഥാനാർത്ഥിയായി, അതേപോലെ തന്നെ പട്ടാമ്പി LDF സ്ഥാനാർത്ഥിയാണ്. അവർക്ക് വലിയ ആത്മവിശ്വാസമാണ് നമ്മളോട് പങ്കുവെച്ച്. ഇതൊരു സംശയവും വേണ്ട, അത് ഇടതുപക്ഷം തുടരുക തന്നെ ചെയ്യും. വീണ്ടും ജനങ്ങൾക്കൊപ്പം നിന്ന് പ്രവർത്തിക്കാനാണ് ഈ ഇടതുപക്ഷത്തെ ജനങ്ങൾ സ്വീകരിക്കുക. അത് ഇനി കാണാൻ പോകുന്നേ ഉള്ളൂ എന്നാണ് പറഞ്ഞത്. അത് വസ്തു തന്നെയുള്ളൂ. ഞാനിപ്പോൾ ഇന്ന് ഏറെക്കുറെ എല്ലാ ബൂത്ത് പ്രദേശങ്ങളിലും പോയി നമ്മുടെ പ്രവർത്തകന്മാരുടെ പ്രവർത്തനത്തെ സംബന്ധിച്ച് വിലയിരുത്തി ആവശ്യമായ നിർദ്ദേശങ്ങളൊക്കെ കൊടുത്തു. ഞാനിപ്പോൾ ഈ പന്ന്യംകുരിശി 44-45 ബൂത്തുകളുടെ കേന്ദ്രത്തിലാണ് നിൽക്കുന്നത്. പന്ന്യംകുരിശി എന്ന് പറഞ്ഞാൽ ഏത് കാലത്തും ഇടതുപക്ഷത്തെ നെഞ്ചേറ്റിയ, ഏത് പ്രതിസന്ധി ഘട്ടത്തിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചെറുപ്പശ്ശേരി മുനിസിപ്പാലിറ്റി അങ്ങനത്തെ ഒരു കേന്ദ്രം ഇവിടെ. ആ കേന്ദ്രത്തിൽ നിന്ന് ഞാൻ പറയുമ്പോൾ എന്താ വെച്ചാൽ, ഈ കേന്ദ്രത്തിലെ ജനങ്ങൾ എത്രമാത്രം, അവരൊക്കെ ഇപ്പോൾ പറഞ്ഞാൽ നിങ്ങൾ പറഞ്ഞ മാതിരി 50,000 അതിനൊക്കെ കൂടുന്നൊക്കെ, അതൊക്കെ ഒരു പൊളിറ്റിക്കലായിട്ടുള്ള ആവേശത്തിൻ്റെ ഭാഗമായിട്ടാണ്. പക്ഷേ ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ കരുത്ത് വർദ്ധിച്ചിട്ടുണ്ട്. ഇടതുപക്ഷം ഇല്ലെങ്കിൽ ഞങ്ങളില്ല എന്ന ഒരു തോന്നലിലേക്ക് ജനങ്ങൾ എത്തിയിട്ടുണ്ട്. രാഷ്ട്രീയ വിരോധമുള്ളവർക്കും ഇടതുപക്ഷമില്ലാത്ത ഒരു കാര്യത്തെ സംബന്ധിച്ച് ആലോചിക്കാൻ പറ്റില്ല. വർഗീയ തീവ്രവാദ ശക്തികൾ അഴിഞ്ഞാടാൻ വേണ്ടി തുടങ്ങിയാൽ ആര് പ്രതിരോധിക്കും എന്നുള്ളതാണ്. അപ്പം അതുകൊണ്ട് തന്നെയാണ് ഇടതുപക്ഷത്തിൻ്റെ ഗവൺമെൻറ് വരണമെന്ന് ആളുകൾ ആഗ്രഹിക്കുന്നത്. ഇത്രയൊക്കെ ഇടതുപക്ഷത്തിൻ്റെ കോട്ടയാണ് എന്നൊക്കെ പറയുമ്പോഴും UDFൻ്റെ ഒരു ആത്മവിശ്വാസം എന്തായിരിക്കും ഒന്ന് ആലോചിച്ചിട്ടുണ്ടോ, നോക്കിയിട്ടുണ്ടോ? അല്ല, UDFൻ്റെ ആത്മവിശ്വാസത്തിനൊരു അടിസ്ഥാനമില്ല. അവർ പിന്നെ എന്താ വെച്ചാൽ സ്ഥാനാർത്ഥി ആയി കഴിഞ്ഞാൽ മത്സരിക്കണം. അവർ പറയുന്നൊരു പ്രധാനപ്പെട്ട ഒരു 2,000 വോട്ടിനെങ്കിലും ഇവിടെ ഞങ്ങൾ ജയിക്കുമെന്നാണ് ഓർമ്മ. ശരി, അതിപ്പോൾ BJP വോട്ട് കച്ചവടം ചെയ്തിട്ടുണ്ടോ അറിയില്ല. BJP വോട്ട് കച്ചവടം ചെയ്താലും അവർ ജയിക്കാൻ പോണില്ല. കോൺഗ്രസ് BJP വോട്ട് ആകെ മൊത്തം വാങ്ങിയാൽ തന്നെ ജയിക്കാൻ പോണില്ല എന്നാണ്. ആത്മവിശ്വാസം എല്ലാ കാലത്തും അവർ പറയും. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും അവർക്ക് ആത്മവിശ്വാസമായിരുന്നു. കോൺഗ്രസിൻ്റെ ആള് അല്ലേ, BJP ആളെന്ന് മറ്റേ ഇയാളായിരുന്നു ആര്, അദ്ദേഹം ജയിക്കുമെന്നാണ് അദ്ദേഹം പറഞ്ഞിരുന്നത്. അപ്പോൾ ആത്മവിശ്വാസത്തിന് നമ്മളിപ്പോൾ അതിന് പ്രത്യേകിച്ച് ചിലവൊന്നുമില്ല.
ആത്മവിശ്വാസം ഇല്ലെങ്കിൽ നമുക്കൊരു ഇഞ്ച് മുന്നോട്ട് പോകാൻ പറ്റും. ആത്മവിശ്വാസം നല്ലതാണ്. ആത്മവിശ്വാസം കൈവിടാത്തവർ പോട്ടെ. പോട്ടെ അത്ര തന്നെ പറയാൻ പറ്റും. എന്തായാലും താങ്ക് യു സോ മച്ച്. അപ്പം എന്തായാലും ജനം അങ്ങനെ വിധി എഴുതിയിരിക്കുന്നു. ഇനി വളരെ കുറച്ച് നാൾ കൂടിയാണ് കേരളം ആർക്കൊപ്പമെന്ന് അറിയാൻ വേണ്ടിയിട്ട്. നമുക്കും കാത്തിരിക്കാം. അച്ഛൻ ഭയങ്കര ആലോചനയിലാണല്ലോ. നിന്റെ അമ്മയെ ഞാൻ കല്യാണം കഴിച്ചതിന് ശേഷം ആദ്യമായിട്ട് വാങ്ങിക്കൊടുത്ത സമ്മാനമാണിത്. കാലെത്ര കഴിഞ്ഞാലും ആ ഓർമ്മകളുടെ തിളക്കത്തിന് ഒരു മാറ്റവും വരില്ല. ഇതെങ്ങനെയുണ്ട് അച്ഛ? നീ ഇത് എവിടുന്നാ വാങ്ങിച്ചത് മോനെ? അച്ഛൻ അമ്മയ്ക്ക് ആദ്യമായി സമ്മാനം വാങ്ങി അവിടെ നിന്ന്. രഞ്ജിഷ് ഹി സഹി. സെലിബ്രേഷൻ ഓഫ് 39 ഗോൾഡൻ ഇയേഴ്സ്. ആഭരണങ്ങൾ ആഘോഷമാകട്ടെ. MA സൺസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ചെർപ്പളശ്ശേരി.